ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിപ്പോൾ നമ്മുടെ താമ്പരത്താണ് കേട്ടോ. താമ്പരത്തു നിന്ന് കൊല്ലത്തേക്കാണ് പോകാൻ പോകുന്നത്. നമ്മുടെ ചെന്നൈ എഗ്മോർ കൊല്ലം മെയിലുണ്ടല്ലോ, അത് ഇന്ന് മുതൽ LHB കോച്ചിലേക്ക് കൺവേർട്ട് ആവുകയാണ്. ഇന്ന് അതിൻ്റെ ഫസ്റ്റ് LHB റണ്ണാണ്. റീസെൻ്റ്ലി നമ്മുടെ ഈ ട്രെയിൻ ഇപ്പം ചെന്നൈ എഗ്മോറിലേക്ക് പോകുന്നില്ല, താമ്പരം വരെ ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ താമ്പരത്താണ് നമ്മൾ ട്രെയിൻ യാത്ര ആരംഭിക്കുന്നത്. എൻട്രൻസ് കേട്ടോ, ഈ വഴി അങ്ങോട്ടേക്കാണ് റോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് വന്ന വീഡിയോയും അതുപോലെ തന്നെ ചെന്നൈയിൽ നിന്ന് താമ്പരത്തേക്ക് വന്ന വീഡിയോയും രണ്ട് വീഡിയോസ് വരാണ്ട് കേട്ടോ. അതിൽ നമ്മൾ ചെന്നൈയിൽ നിന്ന് താമ്പരത്തേക്ക് നമ്മുടെ AC ലോക്കലിൽ കയറിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും പിന്നെ നമ്മൾ അതുപോലെ നാട്ടിൽ നിന്ന് ചെന്നൈയിലോട്ട്, അതായത് നമ്മുടെ തിരുവനന്തപുരം ചെന്നൈ സൂപ്പർ ഫാസ്റ്റിന് കയറിയിട്ട് വന്ന വീഡിയോ വരാണ്ട്. ആ വീഡിയോ ഒക്കെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷമായിരിക്കും വരുന്നത്. ഫസ്റ്റ് ഈ വീഡിയോ ആയിരിക്കും വരുന്നുണ്ടാവുക. നമ്മൾ താമ്പരം ടു കൊല്ലം പോകുന്ന കൊല്ലം എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് LHB റണ്ണിൻ്റെ വീഡിയോ. ഇത് കഴിഞ്ഞിട്ടാണ് ഈ രണ്ട് വീഡിയോസ് ഉണ്ടാവുക കേട്ടോ. നമുക്കിനി പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് പോവാം. നമ്മുടെ വണ്ടി 9ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറപ്പെടുന്ന പറഞ്ഞിട്ട് അനൗൺസ്മെൻറ്റ് വന്നു. പക്ഷേ ടൈമുണ്ട് കണ്ടോ, ടൈം ഇപ്പം ആകെ 3:45 ഉള്ളൂ. നമ്മുടെ ട്രെയിൻ പുറപ്പെടുന്നത് 5:27 അപ്പം ഇനി ഇവിടെ എവിടെയും വെയിറ്റിംഗ് റൂമോ അല്ലെങ്കിൽ ലോഞ്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് അവിടെ പോയി ഇരിക്കാം. നമുക്ക് കിടക്കുന്നത് നമ്മുടെ കൊല്ലം മെയിൽ കേട്ടോ. നല്ല പുതുപുത്തൻ LHB കോച്ചുകളായിട്ട് 9ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇന്ന് ഇവനെ കൊണ്ടുവന്നൊരു ലോക്കോ റോയവൃത്തിൻ്റെ P7 കേട്ടോ. ഇവരാണ് നമ്മളെ കൊല്ലത്തെത്തിക്കാൻ പോകുന്നത്. റോയവൃത്ത് ഷെഡിൻ്റെ 37,784 ലോക്കോ ആണ് കേട്ടോ. P7 നമ്മളെ കൊല്ലം മെയിലിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇവനാണ് നമ്മളെ കൊല്ലത്തെത്തിക്കാൻ പോകുന്നത്. ഇവിടെയായിട്ടൊരു ബോർഡുണ്ട്. ആ ബോർഡിൽ ചെറിയൊരു പൂമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. തമിഴിലും ഇംഗ്ലീഷിലും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വണ്ടി ശരിക്കും ചെന്നൈ എഗ്മോർ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. ഇപ്പം ഇവിടേക്ക് ഷോർട്ട് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ബോർഡിൽ ഇപ്പോഴും ചെന്നൈ എഗ്മോർ കൊല്ലം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓരോരോ കോച്ചുകളായിട്ട് നോക്കാം. ഈ കാണുന്നതിൻ്റെ ഫ്രണ്ടിലുള്ള SLRD കോച്ചാണ്. ഫ്രണ്ടിലുള്ള SLR കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. 2 ജനറലാണ് കേട്ടോ ഫ്രണ്ടിലുള്ളത്. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കാം. നല്ല പുതിയ കോച്ചാണ് കേട്ടോ. 2025 ഫ്രഷ് കോച്ചാണ്. കോച്ചുകളിലൊക്കെ ഇപ്പോഴേ ആൾ കയറി നിറഞ്ഞു. സീറ്റൊക്കെ ഫുള്ളായി. ആൾക്കാർ താഴെയൊക്കെ കടന്നു തുടങ്ങി കേട്ടോ. അങ്ങോട്ട് പോകാൻ പാടായിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് സ്ലീപ്പറാണ് കേട്ടോ. S8 ഇതിൽ അയ്യപ്പന്മാരൊക്കെ ഉണ്ട്. അതാണ് മാല ഇട്ടേക്കുന്നത് കേട്ടോ. ഇത് സ്ലീപ്പർ കമ്പാർട്ട്മെൻ്റ് ആണ്. S8 സ്ലീപ്പറിലൊക്കെ ആൾക്കാർ കയറി കേട്ടോ. வண்டி எண் 16101. തൊട്ട് S1 വരെയാണ് കേട്ടോ ഉള്ളത്. ഇത് കഴിഞ്ഞാൽ പിന്നെ AC കോച്ച് സ്റ്റാർട്ട് ചെയ്യാണ്.
ഈ കാണുന്നതിൻ്റെ B2 കോച്ചാണ് കേട്ടോ. B2 എല്ലാം 2025 ഉണ്ടാക്കിയിട്ടുള്ള കോച്ചാണ്. പക്ഷേ ഇത് സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ കോച്ചാന്നേ ഉള്ളൂ, സദേൺ റെയിൽവേയുടെ അല്ലേ ഈ കോച്ച്. ഞാൻ B1-ലാണ്. എല്ലാ കോച്ച് 2025, പക്ഷെ നമുക്ക് കിട്ടിയ കോച്ച് മാത്രം 2022. നമ്മുടെ B2 ഒക്കെ 2025, പക്ഷെ B1 2022 ഉണ്ടാക്കിയ കോച്ചാണ്. A1 2025, ഒരു സെക്കൻഡ് AC ഉള്ളത്. A1 2025. ഇതാണ് ഇതിൻ്റെ സെക്കൻഡ് AC കോച്ച് കേട്ടോ. നല്ല കിടിലനായിട്ട് തണുപ്പിച്ചിട്ടിട്ടുണ്ട്. ആൾക്കാരൊക്കെ കയറി ഫുള്ളായി കോച്ചിലൊക്കെ. വണ്ടി ഫുള്ളാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സെക്കൻഡ് AC-യിലൊരു ക്യാബിൻ. ഇതാണ് നമ്മുടെ സെക്കൻഡ് AC-യിലൊരു ക്യാബിൻ കേട്ടോ. ഇതിനകത്ത് പില്ലോയും ബ്ലാങ്കറ്റും എല്ലാം കൊണ്ടുവന്ന് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എല്ലാ സാധനങ്ങളും. പുറകിലും 2 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കോച്ചിലേക്ക് പോയിട്ടെ, നമ്മുടെ കോച്ച് മാത്രമേ ഞാൻ കാണിച്ചില്ല, ബാക്കി എല്ലാ കോച്ചും ഞാൻ കാണിച്ചു. വല്ലാത്തൊരു പരിപാടിയായി. ബാക്കിയെല്ലാം പുതിയ കോച്ചായിട്ട് നമ്മൾ മാത്രം പഴയ കോച്ച് കിട്ടിയത്. ആണ് നമ്മുടെ കോച്ചിൻ്റെ ഇന്ത്യയിൽ കേട്ടോ. നമ്മൾ കറക്റ്റ് ടൈമായിട്ടുള്ള 5:27 നമ്മൾ താമ്പരത്ത് നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ താമ്പരം സ്റ്റേഷനോട് വിടാം. ഇനി നമ്മുടെ അടുത്ത സ്റ്റേഷൻ ചെങ്കൽപ്പെട്ടാണ് സ്റ്റോപ്പ്. അങ്ങനെ പയ്യെ സ്പീഡ് കയറി തുടങ്ങി കേട്ടോ. നമ്മളങ്ങനെ 5 മിനിറ്റ് ബിഫോർ ടൈമായിട്ട് ചെങ്കൽപ്പെട്ട് സ്റ്റേഷനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ലൈറ്റും വെളിച്ചമൊന്നും ഇല്ലല്ലോ. സ്റ്റേഷനിൽ കറണ്ട് ഇല്ലാത്തതാണോ അതോ വല്ല പണി നടക്കുന്നതാണോ അറിയാൻ പറ്റില്ല. പ്ലാറ്റ്ഫോമിൽ, നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലും ഒന്നും ഒരു ലൈറ്റും ഇല്ല, മൊത്തം ഇരുട്ടടഞ്ഞ് നടക്കുക. 5 മിനിറ്റ് ബിഫോർ ടൈമായി വന്നാൽ നമ്മൾ 5 മിനിറ്റ് നേരം വൈകി എടുത്തു കേട്ടോ. 6:05, 6 മണിക്ക് എടുക്കേണ്ടതാണ് നമ്മൾ. എന്താണെന്ന് നടക്കറിയാം, ഇവിടെ ലൈറ്റൊന്നുമില്ല. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ പിന്നെയും ഉണ്ട്, പക്ഷെ നമ്മൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലൊന്നും, അതിൻ്റെ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലൊന്നും ലൈറ്റില്ല. ലൈറ്റും ഇല്ല, ബോർഡോ കാര്യങ്ങളോ, അതായത് ഡിജിറ്റൽ ബോർഡും കാര്യമൊന്നും വർക്കില്ല. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു റീല് കണ്ടായിരുന്നേ, അപ്പോൾ അതൊന്ന് പറയാൻ തോന്നി. ഈ സീറ്റ് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നത് എന്താ വെച്ചാൽ, നല്ല തിരക്കുള്ള ട്രെയിനിൽ ഫ്രീ സീറ്റ് കാണിച്ചു തരാം, ഹിഡനായിട്ട് ഒളിപ്പിച്ച് വെച്ചേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള റീലാണ്. അപ്പോൾ ആ സീറ്റ് ഇതാണ് ഞാൻ കാണുന്നത്. അല്ല, പറയുന്ന സീറ്റ് ഇതാണ്. ഈ AC കോച്ചിൻ്റെ പുറത്തുള്ള ഈ ഒരു സീറ്റാണ് പറയുന്നത്. അപ്പോൾ ICF-ലാണെങ്കിൽ അത് കുറച്ച് താഴത്തായിട്ട്, എന്താ പറയുക, ഇതിനോട് ചേർന്നായിരിക്കും ഉണ്ടാവുക. LHP-ലാണെങ്കിൽ കുറച്ച് പൊങ്ങിയിട്ടുണ്ടാവുക. ഈ സീറ്റിനെ പറ്റിയാണ് പറയുന്നത്. ശരിക്കുള്ള കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ സീറ്റ് ശരിക്കുള്ളത് AC-യിലെ അറ്റൻഡർമാർക്ക്, അതായത് AC അറ്റൻഡർ, പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുതരുന്ന സ്റ്റാഫില്ല, അവർക്കൊക്കെ വേണ്ടിയുള്ള സീറ്റാണിത്, ഈ സീറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വന്നിരിക്കാൻ പറ്റില്ല. പിന്നെ സ്ലീപ്പറോ ജനറലോ ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് AC കോച്ചിനുള്ളിലേക്ക് ഒരു ഭാഗത്തേക്ക്, ഇപ്പോൾ ട്രെയിൻ നമ്മുടെ കോച്ചിൻ്റെ അകത്ത് ഡോർ തുറന്ന് ബർത്തിട്ടുള്ള ഭാഗത്തേക്ക് പോയില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്തേക്ക് പോലും ആർക്കും തന്നെ പ്രവേശനമില്ല. മനസ്സിലായില്ലേ? TV കണ്ടു കഴിഞ്ഞാൽ, പൊട്ടിക്കഴിഞ്ഞാൽ നല്ല ഫൈൻ കിട്ടും. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകില്ല. ഫൈനും കിട്ടും, പിന്നെ ഈ കോച്ചിനെ പിടിച്ച് ഇറക്കി പുറത്തേക്ക് വിടുകയും ചെയ്യും. അത്രേ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ ഓരോ റീലൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ഓരോ പരിപാടി ചെയ്യാൻ തന്നെ കഴിഞ്ഞാൽ കേട്ടോ. അതുകൊണ്ട് ആൾക്കാരും നിൽക്കണ്ട, ഇങ്ങനത്തെ റീലൊന്നും കണ്ട് വിശ്വസിച്ച് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും. അപ്പോൾ വില്ലുപുരം ജംഗ്ഷനിൽ എത്തി കേട്ടോ. 11 മിനിറ്റ് ഡിലേ ഉണ്ട്. നമ്മൾ ഓൺ ടൈം വന്നായിരുന്നു, പക്ഷെ വരുന്ന വഴിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ മെല്ലെ പിടിച്ച് ഇടയ്ക്കൊന്ന് സ്ലോ ആയി മെല്ലെ നിർത്തിയില്ലാത്ത പോലെ ആവും, എന്നിട്ട് എടുക്കും. അങ്ങനെയായിരുന്നു. 15 മിനിറ്റ് ഡിലേ ഉണ്ട്. ഞാൻ ഇവിടെ ഫുഡ് എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ, രാത്രി കഴിക്കാനുള്ള.
മധുരയിൽ നിന്ന് MGR ചെന്നൈ സെൻട്രലിലേക്ക് പോണ തേജസ് ആണ് കേട്ടോ പോകുന്നത്. ഫുഡ് കഴിക്കട്ടെ. ഞാൻ ഫുഡ് വിഴുപ്പുറത്തുനിന്ന് വാങ്ങിയായിരുന്നു. ചപ്പാത്തിയും വെജ് കുറുമയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ചപ്പാത്തി. ഇത്രയുണ്ട്, 1 2 3 ചപ്പാത്തി. 3 ചപ്പാത്തി ഒരു വെജിറ്റബിൾ കുറുമയ്ക്ക് 50 രൂപയാണായത്. വൃദ്ധാചലം എത്തി കേട്ടോ. ഒരു 14 മിനിറ്റ് ഡിലേ ഉണ്ട് വണ്ടി. 8:10 വരേണ്ട വണ്ടിയാണ്. 8:24 ആയപ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മുടെ വൃദ്ധാചലത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്നത് തിരുച്ചിറപ്പള്ളിയാണ്. ഇവിടുന്ന് ഇനി 123 കിലോമീറ്റർ ഉണ്ട് തിരുച്ചിറപ്പള്ളിയിലേക്ക്. അതുവരെ നമ്മൾ ഇനി നോൺ സ്റ്റോപ്പാണ്. നമ്മൾ ഈ കോച്ച് 2022 ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇന്ത്യക്കൽ കോച്ച് ഫെഡറയിൽ 2022 ഏപ്രിൽ ഉണ്ടാക്കിയിട്ടുള്ള കോച്ചാണ്. D1 ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ കോച്ചും 2025 വരെയുള്ള ഫ്രഷ് കോച്ച്. ഇത് മാത്രമാണ് 2025 ഉണ്ടാക്കിയ കോച്ച്. നമ്മളിപ്പോൾ ഈ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ പൊന്മല റെയിൽവേ സ്റ്റേഷൻ. അതായത് നമ്മുടെ ഗോൾഡൻ റോക്ക് ഇല്ലേ, നമ്മുടെ അവിടെയൊക്കെ ഉള്ള ഡീസൽ ലോക്കോസൊക്കെ ഇല്ലേ, അത് ഈ ഗോൾഡൻ റോക്കിൻ്റെ ഡീസൽ ലോക്കോ ആണ്. അപ്പുറത്തത് ഒരു ഫ്രഷ് ചേർക്കാർ കോച്ച് കിടപ്പുണ്ട്. ഏത് വണ്ടിക്ക് വേണ്ടി വന്നിട്ടുള്ളതെന്നൊന്നും അറിയില്ല, അതിൻ്റെ പേരൊന്നുമില്ല. അപ്പോൾ ഇതാണ് പൊന്മല റെയിൽവേ സ്റ്റേഷൻ, അതായത് ഗോൾഡൻ റോക്ക്. നമ്മളങ്ങനെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലെത്തി. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്ന നമ്മുടെ മംഗലാപുരം സെൻട്രൽ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആണ്. ഇവിടെ ഏതാണ്ട് ഒരു 14 മിനിറ്റ് ഡിലേ ആയിട്ടാട്ടോ വന്നത്. 9:50 വരേണ്ട വണ്ടി 10:04 ആയപ്പോഴാണ് സ്റ്റേഷനിൽ കയറിയിട്ടുള്ളത്. നമ്മൾ ട്രിച്ചിയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നമ്മുടെ വണ്ടി എടുത്തു. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് വരുന്ന ടെക്നിക്കൽ ജംഗ്ഷനാണ്, വീണ്ടും മധുര. അപ്പോൾ ഞാൻ അതുവരെ നിൽക്കുന്നൊന്നുമില്ല, കിടക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ യാത്രക്കാരൊക്കെ കയറി കിടന്നുറങ്ങി ആയിട്ട്. അപ്പോൾ ഞാൻ കിടന്നുറങ്ങട്ടെ. അപ്പോൾ ബാക്കി കാഴ്ചകൾ നാളെ രാവിലെയായിട്ട് കാഴ്ച കേട്ടോ. നൈറ്റ്. ഗുഡ് മോർണിംഗ്. സമയം ഇപ്പം 6:15 കഴിഞ്ഞു. നേരം വെളുത്ത് വരുന്നുള്ളൂ. ഇരുട്ടാണ് പുറത്ത്. നമ്മളിപ്പം കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞു. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ. വണ്ടി ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തു. ചെറിയൊരു ലേറ്റ് ഉണ്ട്, ഒരു 7 മിനിറ്റെങ്കിലും ലേറ്റേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഒരു ട്രെയിൻ ക്രോസ് ചെയ്ത് പോയില്ലേ, അതേതാണെന്നറിയോ? അത് കൊല്ലത്തുനിന്ന് ഹുസൂർ സാഹിബ് നാംദേവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന ട്രെയിനാണ്. അത് മഹാരാഷ്ട്രയിലാണ്. അവിടെ സിഖുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഗുരുദ്വാര ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരു സ്പെഷ്യൽ ട്രെയിനാണത്. കുണ്ടറ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് നേരെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാം കേട്ടോ. ഇവിടെയും കരിക്കോടൊക്കെ അടുത്തടുത്ത സ്റ്റേഷനുകളാണ്. നേരെ കൊല്ലം വരെ പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കരിക്കോട് സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അബി കിടക്കുന്ന കൊല്ലം പുല്ലൂർ മെമ്മോ ആണ്. നമ്മുടെ കൊല്ലം ജംഗ്ഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ ഇതായിരുന്നു എൻ്റെ കോച്ച്. ഇപ്പോൾ നോക്കണ്ട, ഫുൾ അലമ്പായി കിടക്കുകയാണ്. ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോയി. അപ്പോൾ ഇതേ ഇവിടെയായിരുന്നു ഇന്നലെ രാത്രി കിടന്നത്, 19 അപ്പർ ബർത്തിൽ. ഇവിടെയൊക്കെ ആൾക്കാർ ഇറങ്ങിപ്പോയതിന് എല്ലാ വൃത്തികേടുകളും ഉണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി നമ്മുടെ കോച്ചിൻ്റെ ഉള്ളിൽ കാണിക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഒരു മിററുണ്ട്, മേലെ നമുക്ക് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു റാക്ക്, പിന്നെ 2 ചാർജിങ് പോയിൻ്റ് ഇവിടെ, 2 ചാർജിങ് പോയിൻ്റ് ഇവിടെ, ടോട്ടൽ 4 ചാർജിങ് പോയിൻ്റ് ഉണ്ട്. നമുക്ക് സൈഡിൽ ഓവറിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കർട്ടൻ്റെ ബാക്കിലായിട്ടൊരു ചാർജിങ് പോയിൻ്റ് ഇവിടെ താഴെ തൊളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മേലെയും ഒരു ചാർജിങ് പോയിൻ്റ് ഉണ്ട്. അപ്പം 2 ചാർജിങ് പോയിൻ്റ് അപ്പറിനും ലോവറിനുമായിട്ട് ഉണ്ട്. ഫൈനലി അങ്ങനെ നമ്മുടെ ചെന്നൈ എഗ്മോർ കൊല്ലം മെയിൽ അങ്ങനെ LHB ആയിട്ട് എൻ്റെ ഫസ്റ്റ് LHB റൺ കൊല്ലത്ത് വന്ന് അവസാനിച്ചിരിക്കുകയാണ്. നമ്മളങ്ങനെ കൊല്ലം സ്റ്റേഷനിലെത്തി കേട്ടോ. 7:10 എത്തേണ്ട ട്രെയിനാണ്. ഇപ്പോഴത്തെ സമയം 6:40 കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ കൊല്ലം ജംഗ്ഷനിലെത്തി. കൊല്ലം മെയിലിൻ്റെ LHB കൺവേർഷൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. നമ്മൾ ഇന്നലെ താമ്പരത്തു നിന്ന് കയറി കൊല്ലം വരെ യാത്ര ചെയ്തു. എൻഡ് ടു എൻഡ് ജേണി ആയിരുന്നു. ഞാൻ ഈ ട്രെയിൻ ഫസ്റ്റാണ് എൻഡ് ടു എൻഡ് ജേണി ചെയ്യുന്നതിന് മുന്നേ ഷോർട്ട് ജേണീസൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എൻഡ് ടു എൻഡ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങോട്ട് വന്ന വീഡിയോസൊക്കെ, അതായത് നമ്മൾ ചെന്നൈയിലേക്ക് വന്ന വീഡിയോസൊക്കെ വരാനുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കയറി കാണാം, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും